മനോജ് ചേട്ടൻ വന്നപ്പോഴാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഈ ആനയുടെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള കാരണം. എന്നുവെച്ചാൽ ഞങ്ങളൊരു സ്ഥാനം കൊണ്ടൊരു എന്താ പറയുക, ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ് ആള്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തിനു വിളിച്ചാലും ഓടിയെത്തുന്ന ആൾക്കാരെ ഇവരൊക്കെ. നമ്മൾ ആനയ്ക്ക് എന്തെങ്കിലും പട്ടയില്ല എന്ന് പറഞ്ഞാലും ഇന്നിപ്പോൾ നീരുകാലത്തായാലും വാഴപ്പിൻ്റെയൊക്കെ വെട്ടിയിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള എന്ത് ആവശ്യത്തിനായാലും ഇപ്പോൾ ഒന്ന് വരണടാ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പട്ട കൊത്തിയിട്ട് കൊടുക്കണോ ചവച്ച് കൊടുക്കണോ അതുവരെ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. കാശ് കൊടുത്താൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ആന കിട്ടില്ല. അപ്പൊ ആ ഉള്ളതിനെ നമ്മൾ എങ്ങനെ എത്ര നന്നായിട്ട് സംരക്ഷിച്ച് അതിന്റെ വരുമാനം നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളതുകൊണ്ടല്ല അതേപോലെ തന്നെയാണ് കൊണ്ടുനടക്കണം. ബീക്കിങ് സിനിമയിൽ മമ്മൂട്ടി പറയുന്ന കണക്ക് പുസ്തകത്താളിൽ നിന്ന് നീ പഠിച്ചുകൊണ്ട് വന്നതല്ല എന്ന് പറയുന്ന പുസ്തകത്താളിൽ നിന്ന് പഠിക്കണതല്ല ഇത്. ഇല്ലെങ്കിൽ യൂട്യൂബിന്റെ മുമ്പിൽ ഇങ്ങനെ കേട്ടേച്ച് അങ്ങനെയല്ല നീ എന്ന് കാണുന്നതും അല്ല. ആനപ്പണി എന്ന് പറഞ്ഞാൽ കരിമരുന്ന് ഉണങ്ങാനിട്ടിട്ട് ചൂട്ട് കത്തിച്ച് മുകളിൽ വീശണ പണിയാണ്. നമസ്കാരം. ആനക്കാര്യത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ ഉമാമഹേശ്വരനെ കുറിച്ച് പറയുമ്പോൾ നിരവധി പട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുള്ള പട്ടങ്ങളുടെ പേരൊന്ന് പറയാമോ, ആ ഓർമ്മയിലുള്ളത്? സിന്ദൂരകുല ശ്രേഷ്ഠൻ, സിന്ദൂരകുല പ്രജാപതി, സിന്ദൂരകുല ഗജരാജ പ്രജാപതി, സിന്ദൂരകുല ഛത്രാധിപതി. ശരി, ഓക്കെ. അപ്പൊ ഇനിയും ഒരുപാട് കിട്ടി, ഇനിയും കിട്ടാൻ കിടക്കുന്നു അല്ലേ? പറയൂ, ഇദ്ദേഹം ഇവിടുത്തെ തന്നെയല്ലേ? ഇവിടെ തന്നെയാണ്. എങ്ങനെയാണ് ഉമാമഹേശ്വരനോടുള്ള ഒരു ഇഷ്ടം? ചെറുപ്പം തൊട്ട് അച്ഛനെപ്പോഴും ആന ഇഷ്ടമായിരുന്നു. അപ്പൊ അച്ഛൻ ചെറുപ്പം തൊട്ട് എപ്പോഴും കൊണ്ടുവരായിരുന്നു. ഇവിടേക്ക് ആനടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. അവസാനം എനിക്ക് ആനപ്രേമം കിട്ടി. അങ്ങനെ കിട്ടി. പിന്നെ ഡെയിലി വരവായി. ഇവിടെ അടുത്ത് തന്നെ വീട്. അപ്പൊ ഈ കുറച്ച് ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? നല്ല വിഷമമുണ്ട്. നല്ല തലവേദന വയറുവേദന അങ്ങനെ എന്തെങ്കിലും? അതല്ല, ആടെ അടുത്ത് ഇപ്പൊ ഒരാൾ വന്നിട്ട് മനോജേട്ടൻ അപ്പൊ തന്നെ വിളിക്കും, കാണാറില്ലടോന്ന് ചോദിക്കും. ഇപ്പൊ ഇവിടെ 2 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. 2 ദിവസം നമ്മൾ ചെന്നില്ല, അപ്പൊ ആള് വിളിച്ചോളൂ, എന്താ കാണാത്തെന്ന് ചോദിക്കും. അത് നമുക്കൊരു കൊച്ചുണ്ട്, ആടാനെന്ന് പറയാറ്. ആടെ ഇപ്പൊ മോശം അമ്പാനെന്ന് പറയാറ്. അപ്പൊ ആള് വിളിക്കാൻ എന്താ അമ്പാടിനെ കൊണ്ട് വന്നില്ലേന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ആളെ ആരെ കണ്ടില്ലെന്ന് വെച്ചാൽ മനോജേട്ടൻ ഫസ്റ്റ് വിളിച്ചു ചോദിക്കും, പരിപാടിയായിട്ട് എന്താ വരാത്തെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും നമ്പർ ആളുടെ കയ്യിലുണ്ട്. അതാണ് ബന്ധം. ഓക്കെ. നിങ്ങളിങ്ങനെ ഈ ആനയോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ നടക്കുമ്പം വീട്ടിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അതിപ്പോ ആദ്യം ഞങ്ങൾ പറയുന്നത് മനോജാനോട് പോയെന്ന് പറയുള്ളൂ, പിന്നെ ഒന്നും മിണ്ടില്ല. അതല്ലേ, ഭയങ്കര പേടിയാ. അപ്പൊ വീട്ടുകാര് ഉപേക്ഷിച്ചു. ഞങ്ങളിപ്പോ ആറാട്ടുകൂടി പോയാലും പിറ്റേ ദിവസം ആനനെ കയറ്റിവിട്ട് അവിടെ നിന്ന് പോരാറ്. അത് കഴിഞ്ഞിട്ട് പോരാ പറയാ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഞങ്ങൾ ആരടുത്ത് പോയെന്ന് പറയില്ല, മനോജാട്ടെ വിളിച്ചിട്ട് പോയെന്ന് പറഞ്ഞ പിന്നെ കേസ് അവിടെ തീർന്നു. പിന്നെ അറിയാൻ വെളുപ്പിന് വരണമെന്ന് അറിയാം. ഇപ്പൊ ഇതിനകത്ത് ജോലിക്കാരുണ്ട്, പഠിക്കുന്നവരുണ്ട്, ജോലി നോക്കുന്നവരുണ്ട് അല്ലേ നിങ്ങളുടെ ഈ കൂട്ടത്തില്? കുറെ പേരുണ്ട്, ടീമുകൾ കുറെ പേരുണ്ട്, ഒക്കെ ഓരോ തിരക്കിലാണ് എല്ലാവരും. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ആലുവ തുടങ്ങി എറണാകുളം തുടങ്ങിയ ടീമുകൾ ഇന്നലെ തൃപ്പൂണിത്തുറ ഒരാൾ വന്നിട്ടുണ്ടായി ഇവിടെ ആനെ കാണാൻ വേണ്ടിട്ട്. അവിടെ തുടങ്ങിയുള്ള ഫാൻസുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആരാധകർ എവിടെയാ തോന്നിയിട്ടുള്ളത്? എല്ലായിടത്തും ആരാധകരുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് പാലക്കാടാണ്. പാലക്കാട്. പാലക്കാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആന ഇപ്പൊ ഞങ്ങളിപ്പോ ഇപ്പൊ കുറച്ച് ആൾക്കാർ മതി ആടെ അടുത്ത് നിൽക്കാറുള്ളൂ. പക്ഷെ പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ അടിയിലേക്ക് അയക്കി നിൽക്കുന്ന ആൾക്കാർ അതൊക്കെ അങ്ങനത്തെ സെറ്റപ്പാണ് അവിടെ. അയ്യോ ശരി. നേരത്തെ നമ്മൾ ഉമാമഹേശ്വരന് കിട്ടിയ പട്ടത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ശരിക്കും ഇതുപോലുള്ള ചെറുപ്പക്കാരുടെ ഒരു ആനയോടുള്ള അകമഴിഞ്ഞൊരു സ്നേഹമാണ് ശരിക്കും ഈ പട്ടം ആയിട്ട് രൂപം പ്രാപിക്കുന്നത് അല്ലേ? ശരിയാണോ? ഒരു ഇവിടെയുള്ള ചെറിയ കൂട്ടായ്മ എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോ ഈ ഞായറാഴ്ച ദിവസം പട്ടം കൊടുക്കുന്നത്. ഇനി കൊടുക്കാൻ പോവാണ്. അതെ. അത് ഏത് അമ്പലത്തിന്റെയാണ്? ചെറുവാളൂർ പിഷാരത്ത് അമ്പലത്തിൽ. പിഷാരത്ത് അമ്പലത്തിന്റെ ഒരു പട്ടം കൊടുക്കാൻ പോവാണ്. എന്താണ് അത്? സസ്പെൻസ് ആണോ? അത് സസ്പെൻസ് ആണ്. അതൊരു വരാൻ പോകുന്ന ഒരു പട്ടമാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ പുറത്ത് വരുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരോടും എല്ലാവരോടും ഈ ഇഷ്ടം കൊണ്ടാണ് നിങ്ങളിപ്പോ ഈ വന്ന് നിൽക്കുന്നതിന്റെ കാര്യം തന്നെ ഉമാമഹേശ്വരനോടുള്ള ഇഷ്ടമാണ്. ആനക്കമ്പം തന്നെയാണ് എല്ലാവരോടും, എല്ലാവർക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തിനു വിളിച്ചാലും ഓടിയെത്തുന്ന ആൾക്കാരെ ഇവരൊക്കെ.
അപ്പോൾ നമ്മൾ ആനയ്ക്ക് എന്തെങ്കിലും പട്ടയില്ല എന്ന് പറഞ്ഞാലും എന്നിപ്പോൾ നീരുകാലത്തായാലും വാഴപ്പിൻ്റെയൊക്കെ വെട്ടിയിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള എന്തൊക്കെ ആവശ്യത്തിനായാലും ഇപ്പോൾ ഒന്ന് വരണടാ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പട്ട കൊത്തിയിട്ട് കൊടുക്കണോ ചവച്ച് കൊടുക്കണോ അതുവരെ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. രാത്രി 10 മണിക്കൊക്കെ നിന്ന് പിണ്ടി വെട്ടിയ ആൾക്കാരുണ്ട് ഇതിൽ, പിണ്ടി വെട്ടിയിട്ട് കൊടുത്തത്. അതേപോലെ തന്നെ ആൾക്ക് വണ്ടിയുണ്ട്. നമുക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും സഞ്ജുവായിട്ട് അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയായാലും പുള്ളി വണ്ടിയും കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇതേപോലെ തന്നെ പ്രവീൺ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ആളായാലും അതെ രാത്രിയായാലും വണ്ടി എടുത്തുകൊണ്ട് വന്ന് എന്ത് കാര്യം വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരുന്ന ആൾക്കാരാണ്. ഓക്കെ. എന്തായാലും ഈ ആനക്കമ്പം എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ഇറക്കി വെക്കാൻ കുറച്ച് പാടാണ്. അതെ നീക്കി നിർത്താൻ പറഞ്ഞ് എടുത്ത് പൊക്കി മാറ്റി വെക്കുന്ന പിള്ളേരാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഉമാമഹേശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ ഉമാമഹേശ്വരൻ്റെ പ്രശസ്തി ഇങ്ങനെ വാനോളം ഉയരട്ടെ. ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പേരും പ്രശസ്തിയും എടുക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നിങ്ങളുടെ അതായത് ആന നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഏതെങ്കിലും ഒരു ഉത്സവം ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ഉത്സവം ചോദിച്ചാൽ ഏത് പറയും? അഭിമാനം എന്നും ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരത്തിനും കൂടൽമാണിക്യം പൂരത്തിനൊക്കെ ആന എഴുന്നള്ളിച്ച് വരുന്നതൊക്കെ കാണാൻ എന്നും രസമാണ്. ഇത്തവണ അഭിമാനമാകും. ആറാട്ടോട് പൂരത്തിന് ആറാട്ടോട് ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാനായിരുന്നു ഇത്തവണ. നല്ലൊരു ഭാഗ്യം കിട്ടിയ സംഭവം. അല്ല നമുക്ക് ഏത് പൂരായാലും ഏത് ഭഗവാന്മാരെ എഴുന്നള്ളിച്ചിട്ടായാലും നമുക്കത് കണ്ണിന് കുളിർമ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവരാണ്, ഭഗവാനാണ് മുകളിലിരിക്കുന്നത്. ഏത് ഭഗവാനായാലും എഴുന്നള്ളിച്ച് വരുമ്പോൾ അതിന്റെ ഭംഗി അതിന്റെ അനുഗ്രഹം അവനുണ്ട്. ഇല്ലെങ്കിൽ 2018 പ്രളയമൊക്കെ അവൻ അങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞു. എന്തായാലും അത് ദൈവം തിരിച്ചു തന്ന ഒരു മുതലും കൂടാണ്. നമ്മുടെ വണ്ടിയിൽ വന്ന് വെള്ളം കൊണ്ടുകൊടുത്തത്, വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ഞാൻ കൊണ്ടുകൊടുത്തത്. അതെ കഴുത്തപ്പം വെള്ളത്തിലാണ് ഞങ്ങൾ ആനയുടെ അടുത്തേക്ക് എത്തണേ. എനിക്ക് കുഴപ്പമൊന്നും ആള് വഞ്ചിയിൽ പോയി നോക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പോളിന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട് അപ്പൊ അന്ന് ഫോണും കിട്ടാൻ ആരും റേഞ്ചില്ലാത്ത സമയമുള്ള. അപ്പൊ ഇന്ന ചേട്ടനെ വിളിച്ചെടുത്തിട്ട് ആനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആന വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനോജേട്ടന് കിട്ടണില്ല. മനോജേട്ടൻ ആകെ ടെൻഷൻ അടിക്കുന്ന സമയം, ഫോൺ ആരും കിട്ടാത്ത സമയത്ത് മനോജേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മനോജേട്ടൻ ആകെ ടെൻഷൻ അടിക്കുന്ന സമയം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മനോജേട്ടാന്ന് പറഞ്ഞു. ആളന്ന് പിറ്റേ ദിവസം കാലത്ത് ആന വന്ന് ആൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ആനയ്ക്ക് ആൾക്ക് സമാധാനമായിരുന്നു. അപ്പം ഞങ്ങൾ കൂടെ വന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത ചെളിയൊക്കെ മാറ്റി നല്ല വെള്ളമൊക്കെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു സമാധാനം. ഭഗവാൻ തിരിച്ചു തന്ന ഒരു ഭയങ്കര ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കി ഭയങ്കര ഇതായിരുന്നു. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ആൾക്കാർ പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല നമുക്ക് മനസ്സിലുണ്ടാവുന്ന വിഷമം എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയല്ലേ ഉള്ളൂ. നമുക്ക് ആനയുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അതായത് എൻ്റെയൊക്കെ കഴുത്തിന് മുകളിൽ വെള്ളം നിൽക്കുക, അവിടേക്ക് നീന്തി എത്താനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. എത്താൻ പറ്റിയത് ഇപ്പം ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ആദ്യം ആനയുടെ അടുത്ത് എത്തുന്നത്. കഴുത്തൊപ്പം വെള്ളത്തിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ആനയുടെ അടുത്ത് എത്തേക്ക് ഞങ്ങൾ നീന്തി എത്തണം. അപ്പോഴും ആന അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം ആന നിന്ന് കളിക്കുകയാണ്, നമുക്കത് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നത്തെ ദിവസം വെള്ളം ഇറങ്ങി ഞങ്ങൾ ചെന്നു. ഇപ്പം ഞാനും അച്ഛനും കൂടി ചെന്ന് ചോറും കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആന കയറി നിന്ന് ചോറും കാര്യങ്ങളൊക്കെ കയ്യിൽ തന്നെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ആന ഉഷാറ് തന്നെയാണ്. നമുക്ക് ആനയ്ക്ക് ആ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയുള്ള പൂരങ്ങൾ ഏതൊക്കെയാണ് ഇനി വരാൻ? ഇപ്പം അധികം നാള് ഇല്ല, പക്ഷെ എന്നാലും ഇനി വരാൻ എടുത്തിരിക്കുന്ന പൂരങ്ങൾ ഇവിടെ ഒരു കൂടുതൽ മലക്കത്തിന്റെ മുടങ്ങിപ്പോയ ഒരു പൂരം തുടങ്ങൂല. 2 പൂരമുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് കരിമ്പനക്കാവുണ്ട്, കോട്ട പാമ്പാമ്പോട്ടുണ്ട്. പിന്നെ വിഷുപ്പൂരൊക്കെ സ്ഥിര പരിപാടികൾ കുറേ ഉണ്ട്. അപ്പൊ ആളുടെ പരിപാടികളൊക്കെ ആളത് തന്നെ. പിന്നെ തിരക്കുള്ള പൂരങ്ങളൊന്നും ഇല്ല. പിന്നെ ആളെ കൊണ്ടുനടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉറക്കി സൈലന്റ് ആയിട്ടാണ് കൊണ്ടുനടക്കുള്ളൂ. നിങ്ങളിവിടെ നിൽക്കുന്നതിന്റെ നേരത്തെ പറഞ്ഞ പോലെ കാരണം ആനയോടുള്ള സ്നേഹമാണ്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇതൊന്നും അല്ല ഇനിയും വരാനുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റികൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഗ്രൂപ്പ് ഉണ്ട്. ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആനയുടേതായിട്ടുള്ള ഗ്രൂപ്പ് തന്നെയുള്ളൂ. പിന്നെ പുറമേലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പക്ഷേ മഹേശ്വരന് എന്ത് ആവശ്യമുണ്ടോ, എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ആൾക്കാരാണ് എല്ലാവരും. അത്യാവശ്യം വേറെ ആനകൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ട് സമാഹരണം ആയാലും ആനക്കാരുടെ ആയാലും എന്ത് കാര്യം നിൽക്കുന്നതായാലും അതിനെല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. നിങ്ങൾ അങ്ങനെ ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ, അതായത് ഈ പണി ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ ആനക്കാർക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മളായിട്ട് തന്നെ കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഞങ്ങളുടേതായിട്ട് കൊടുക്കാറില്ല. മനോജേട്ടനായിട്ട് കെയർ ഓഫിൽ തന്നെ ആരുടെയും പേരും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നേരിട്ട് കൊണ്ട് കൊടുക്കില്ല, അത്ര തന്നെ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയും അത് കൊടുക്കും, അത്ര തന്നെ ഉള്ളൂ. എന്തായാലും ഇതേ പറഞ്ഞ പോലെ ഇതേ ചെറുപ്പം ഈ ഒരു എന്താ പറയുക സ്നേഹത്തോടു കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ. അതുകൊണ്ട് മനോജ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ആന
ആന എഴുന്നള്ളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പിൽ മിനിമം കാണിക്കേണ്ട ചില മര്യാദകളും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു. അതിനൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ ഒരു മാറ്റം ഉണ്ടാവട്ടെ അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞു, അതായത് ആനയെ ഇത്രയധികം വ്യത്യാസം വേണം, അല്ലെങ്കിൽ ആളുകൾ വരുന്നതൊക്കെ തടയാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരുപാട് ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ആനകൾ ഇപ്പോൾ പല ഈ കുന്നംകുളം ഏരിയയിലേക്കാണ് ഭയങ്കര മത്സരപൂർവ്വ സമയം. അപ്പോൾ ഈ സ്ഥലത്ത് ഈ കമ്മിറ്റിക്കാരെ ആനനെ ഏൽപ്പിക്കുമ്പോൾ അവർ വിചാരിക്കും ഈ ആന അവർ മേടിച്ചേക്കണം മുതലുള്ള പോലെ. അപ്പോൾ അവരാണതൊന്നും നിൽക്കുക, കൊമ്പിന് പിടിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. അന്ന് ആനയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആന ഏത് ആനക്കാരും മാത്രം ചട്ടമുള്ളൂ, കമ്മിറ്റിക്കാരോട് ചട്ടമില്ലല്ലോ. അപ്പോൾ അവർ നോക്കേണ്ടത് അവർ ഉത്തരവാദിത്തമാണ്. ഇത് പല കമ്മിറ്റിക്കാർ ചെയ്യണ ഓരോ കാര്യങ്ങളുണ്ട്. അവർ ഇപ്പോൾ ഒരു പൂരപ്പുറമ്പിൽ ചെന്നാൽ അവർ ആന മേടിച്ച മാതിരിയാണ് അവർ ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആന എന്ന സംഭവം അവർ ഇത്ര ജനലക്ഷങ്ങളുടെ മുന്നിൽ കൂടെ കൊണ്ട് ആ ഒറ്റൊരാളുടെ കഴിവിൻ്റെ പുറത്താണ്. അത് നമ്മളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് ചിന്തിക്കാത്ത സംഭവം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളും ആന പ്രശ്നം ഉണ്ടാക്കലും ഓരോ കാര്യങ്ങളൊക്കെ വന്നത്. അതെ, തീർച്ചയായിട്ടും. അത് എന്തായാലും ഇത്തരം പരിപാടികൾ കൊണ്ട് നമ്മളും ഉദ്ദേശിക്കുന്നത് എങ്ങനെ തന്നെയാണ്, ഒരുപാട് ആനകളെക്കുറിച്ച്, ആനകളോട് ഇഷ്ടം മാത്രം പോരാ, പൊതുവായിട്ട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ആനകളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് കൂടെ മനസ്സിലാക്കി തരിക എന്നുള്ളത് കൂടിയാണ് നമ്മളുടെയൊക്കെ ഉദ്ദേശം. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ ഇത്രയും സമയം മാറ്റി വെച്ച് വന്നതിൽ. താങ്ക് യു. സന്തോഷം. എന്തായാലും ഇത്രയും വർഷത്തിന് അനുഭവങ്ങളിൽ ഒരുപാടുണ്ട്. ഈ ആനപ്പണിയിൽ എപ്പോഴും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അനുഭവം ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആനപ്പണിയിൽ മറക്കാവുന്ന ഒരു അനുഭവം ഇല്ല. ഒരനുഭവം മറക്കരുത്. വന്ന വഴിയും മറക്കരുത്, പഠിച്ച പാഠങ്ങളും മറക്കരുത്. ഒരിക്കലും പഠിച്ചു തീരില്ല. പഠിച്ചു തീരാത്തൊരു തൊഴിലെന്ന് പറഞ്ഞാൽ അതാണ് ആനപ്പണി. അത് പിന്നെ മറക്കാനില്ലല്ലോ എൻ്റെ അകത്ത്. അപ്പം എല്ലാം നല്ല ഓർമ്മകളാണ്. ഓക്കെ, നമ്മളിപ്പോഴേ എന്ത് പ്രൊഫഷൻ, ഇപ്പം ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു പഠന രീതിയുണ്ട്. പക്ഷെ ഒരു ആനക്കാരൻ ഒരിക്കലും ഒരു കോഴ്സ് പോയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ അതല്ല ഒരു ആനപ്പണിയിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യം അല്ലേ? ഒരു ആശാനോടൊപ്പം വർഷങ്ങളോളം നിന്നിട്ടാണ് ഒരു നല്ല ആനക്കാരനാവുന്നത്. ഇനി ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആനപ്പണിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞാലേ ഇപ്പം ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ എല്ലാവർക്കും താല്പര്യമുണ്ട്. എല്ലാവരും ആ ഒരു കോഴ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു. ഞാനൊക്കെ മുമ്പ് ബാല്യത്തിൽ അക്ഷരം എഴുതാനിരിക്കും. അപ്പം അന്നേരം ഈ പറയുന്ന ഒരു ചിന്തയില്ല. അതൊക്കെ പഠിച്ച് നമ്മൾ കുറച്ചായി ഈ പറയുന്ന നമ്മളൊരു ഇന്നതാവണം എന്നൊക്കെ ഉള്ള നമ്മുടെ ഒരു വളർന്ന നല്ലൊരു മൈൻഡിലേക്ക് എത്തും. ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴാണ് എനിക്കൊരു എഞ്ചിനീയറായാൽ കൊള്ളാം അല്ലെങ്കിൽ ഒരു ഡോക്ടറായാൽ കൊള്ളാം എന്നുള്ള രീതിക്ക് നമ്മൾ +2 പോകുമ്പോൾ ഇന്നതെടുക്കാം എന്നുള്ളതിലേക്ക് ഉണ്ട്. അതിന് മുമ്പ് നമ്മൾ ഒരു ആശാൻ കളരിയിൽ ഇരിക്കുമ്പോൾ ഇത് വല്ലതും ഉണ്ട്. അപ്പം അക്ഷരം പഠിക്കുന്നത് എപ്പോഴും ആശാനിൽ നിന്നാണ്. ഇപ്പം പിന്നെ അത് എഴുത്തിനിരുത്തി അങ്ങനെയുള്ളൊരു മാറ്റം. പണ്ടൊക്കെ മണലിലായിരുന്നു എഴുതി പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ബുക്കും കാര്യങ്ങളായിരുന്നു മാത്രം. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ പഠിക്കുന്ന ഒരു അക്ഷര വിദ്യാഭ്യാസം ആനപ്പണിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഗുരുവിൽ നിന്നാണ്. പിന്നെ ഇതിൽ ഈ പഠിച്ചതല്ലാണ്ട് പഠിപ്പിക്കാൻ മറ്റ് മാത്സ് പോലൊക്കെ പഠിപ്പിക്കുന്നതാണ് പ്രശസ്തരായ സാർമാരോ മാഷന്മാരോ ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഗുരുവും ഗുരുവിനെ പോലെയുള്ള മറ്റാൾക്കാരും. അപ്പം നമ്മൾ നമ്മുടെ ഗുരുവിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിയുന്നത്രയും കാലം നിന്ന് അതിൽ നിന്ന് പറ്റുന്നത്ര അറിവ് സമ്പാദിച്ചു. പിന്നെ നമ്മളൊരു ആനക്കിലേക്ക് ചെല്ലുമ്പം പഴയകാലത്തെ കാരണന്മാർ പറയുമല്ലോ, ഒരാന കയറിയ പല ആന കയറാം, പല ആന കയറിയ കൊലയാന കയറാം എന്ന് പറയുന്ന കണക്ക് ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നമ്മൾ പഠിച്ചു വരുന്നു. അപ്പം നമ്മളൊരു ആനയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു ആന ഉണ്ടാക്കുന്ന ആന എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ ഒരു ആനയുടെ സ്വഭാവ രീതി അത് നമ്മളൊരു മനസ്സിലാക്കും. അത് കഴിഞ്ഞ് വേറൊരു ആനയുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ആ ആനയുടെ രീതി, അങ്ങനെ ഒരു 2-3 ആനകളുടെ കൂട്ടത്തിൽ നമ്മൾ താമസിക്കും. 3 ആനയും 3 രീതിയായിരിക്കും. അപ്പം നമ്മൾ 3 രീതി പഠിച്ചു. അങ്ങനെ അത് പഠിച്ച് മുമ്പോട്ട് പോയി. അതിൽ നമ്മളപ്പോൾ ഒരു ആനയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ആന എന്തെങ്കിലും മറ്റേ ആന ഇങ്ങനെ കാണിച്ചാൽ ഇന്നതാ ചെയ്യാൻ ഭാവിച്ചിരുന്നത് നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ഈ ആന ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലായി. അപ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു ഇട കൂട്ടുകയാണോ നല്ലത്, അത് ആനയെ പിടിച്ച് കുളത്തുകയാണോ നല്ലത്, അല്ലെങ്കിൽ ആന ഒരു സൈഡാക്കി നിർത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ നല്ലത്? ഇപ്പോൾ വഴിയടിച്ച് പോവുക. ചിലപ്പം ആനകൾക്കൊന്ന് തട്ടണമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഒന്ന് ഇറണ്ടി വിടാൻ മൂത്രം ഒഴിക്കാനായിട്ട് നിൽക്കുന്ന വിധത്തിൽ നിൽക്കും. അപ്പോൾ അത് തെറ്റാനാണെന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അന്ന് അങ്ങോട്ട് കയറിയില്ല ആനയെന്ന് പറഞ്ഞു. ആന അങ്ങോട്ട് കയറ്റി നിർത്തി 2 മിനിറ്റ് വീഡിയോ വലിക്കുന്ന ആനക്കാരനാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് കത്തിച്ചു, 2 പുക വലിച്ചു. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് പുറത്തോട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ കയറി പോട്ടാനെന്ന് പറഞ്ഞാൽ കയറി. ആ നിൽക്കുന്ന സമയത്തിന് അങ്ങോട്ട് കയറി പോട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നേരമില്ല എന്നും പറഞ്ഞാൽ ആന നമ്മളുടെ തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള ചില രീതികൾ.
അപ്പോൾ ഒരാനയുടെ കൂടെ നിന്ന് പല ആനയുടെ കൂടെ നിൽക്കുമ്പോൾ പല രീതികളാവും. അങ്ങനെ ആകുമ്പോൾ ആ രീതികളെല്ലാം കൂടെ സംയോജിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ മനോജേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആനകളെ പല ഘട്ടങ്ങളിൽ രക്ഷിച്ചിട്ടുള്ള കഥയും അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളും ഉള്ള ആളാണ്. എവിടേക്ക് ഒരു വിളി വന്നാലും മനോജേട്ടന് പോകാൻ ഒരു മടിയില്ല. പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അത്രയും അറിവുമുണ്ട്, അതിനുള്ള ധൈര്യമുണ്ട്, അതിനുള്ളൊരു മനസ്സുമുണ്ട്. ആ ഒരു അനുഭവം ഒന്ന് പറയാം. ആനകളുടെ അടുത്ത് പോയില്ലെങ്കിൽ ആനകളെ രക്ഷപ്പെടുത്തണോ ഇല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം കഴിവല്ല. അത് ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. കാരണം ഒരാനയ്ക്കൊരു അപകടം വരുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ സാധിക്കുന്നത് നമുക്കൊരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് കണക്ക്. അപ്പം അവിടെ എന്നെപ്പോലെയുള്ള ചിലപ്പോൾ 100 കണക്കിനായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം, ചിലപ്പോൾ അതിൽ അത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും കൂടെ ഉള്ളൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരാനയെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒരു അപകടത്തിൽ കൈവിടുന്ന ഒരു ആനയെ പിടിച്ചു കെട്ടുകയാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടായ പ്രവർത്തനം. അപ്പം ആ കൂട്ടായ പ്രവർത്തനത്തിന് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ചെല്ലുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നവരത് ഉൾക്കൊള്ളും. അതേപോലെ എന്നോട് വേറൊരാളൊരു കാര്യം മനോജ് അത് ഇങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നി ഞാനും ഉൾക്കൊള്ളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും പിന്നെ പൊതുജനത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര കഠിന ഹൃദയനും അവൻ ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിൻ്റെ ദൈവത്തെ വിളിക്കും, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ദൈവത്തെ വിളിക്കും, ക്രിസ്ത്യനാണെങ്കിൽ അതാണ് അള്ളാ അതിനൊന്നും പറ്റില്ലേ, ഇല്ലെങ്കിൽ കർത്താവേ അതിനൊന്നും പറ്റില്ല, നമ്മളാണെങ്കിൽ ഭഗവാനെ അതിനെ രക്ഷ. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമുണ്ട്. അതാണ് അതിൻ്റെയൊക്കെ ഒരു മുഖ്യ ഘടകം. അപ്പോൾ അത്രയും ഒരു കൂട്ടായ പ്രാർത്ഥനയിൽ നമുക്കൊരു പങ്കാളിയാവാൻ പറ്റുന്ന അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കൂട്ടും. ഇത് മനോജേട്ടൻ്റെ വിനയം കൊണ്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ നേതൃത്വം വഹിക്കാൻ ഒരു തലപ്പത്തൊരു ആളുണ്ടാവുക അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. എന്തായാലും മനോജേട്ടൻ അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ ഉത്സവപ്പറമ്പുകളിൽ ഇപ്പോൾ ആനക്കാരുടെ സൗഹൃദം പോലെ തന്നെ ആനകൾക്ക് ചില അവരുടെ കൂട്ടാളികളോടുള്ളൊരു സൗഹൃദമുണ്ട്. ഇവനിങ്ങനെയാണ്. പുള്ളിയെ സംബന്ധിച്ച് എല്ലാവരോടും സൗഹൃദമുണ്ട്. പിന്നെ ശകല അടുപ്പം കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും അമ്പലപ്പറമ്പിൽ ഒരുമിച്ച് കാണുന്ന ഒരു 5-6 ആനകളുണ്ട്. അതിലിപ്പം ഒന്ന് നമ്മുടെ മുള്ളത്ത് ഗണപതി ആന, പാറന്നൂർ നന്ദനാന, ശങ്കരംകുളങ്ങര മണികണ്ഠനാന, പിന്നെ ചെരിഞ്ഞുപോയ നമ്മുടെ തിരുവാപ്പുറം പൽപ്പനാന. അങ്ങനെയുള്ള ആനകൾ ഇവർ മിക്കവാറും എല്ലാ പറമ്പുകളിലും ഒരുമിച്ച് കാണും. ഒരു 3 ആനപ്പൂരാണെങ്കിലും 5 ആനപ്പൂരാണെങ്കിലും ഇവർ കാണും. അപ്പോൾ അവർ തമ്മിലൊരു ഭയങ്കര സൗഹൃദമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പനക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കും, ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു സൗഹൃദമാണ്. പിന്നെ എല്ലാവരോടും സൗഹൃദത്തിന് കുറവില്ല പുള്ളിക്ക്. അവര് തമ്മിലൊരു ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതൊക്കെ ഒരു വലിയൊരു കാഴ്ചയാണ്, മനസ്സിനും കണ്ണിനും കുളിർമുള്ള കാഴ്ച. ഞങ്ങൾക്കാണെങ്കിലും ഇവര് ഈ 3 ആനകൾ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പാപ്പന്മാർക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫ്രണ്ട്സാണ്. വേറെ വല്ലവരും നിൽക്കുമ്പോൾ അത്രയും ഒരു ഇതില്ലാണ്. ഓക്കെ. അപ്പം മനോജേട്ടൻ നല്ല വഴക്കുള്ള ആനയ്ക്കും നിന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ലേ? ആനകളെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഞാൻ പറയാ, ഞാൻ കൊണ്ട് നടക്കുമ്പോ അങ്ങനെയാണ്. അപ്പം എന്താ പറയാ, ആ ഒരു അനുഭവം പറയൂ. പല ആനകളും കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഓരോ ആനയ്ക്കും ഓരോ സ്വഭാവമാണ് അല്ലേ? അപ്പം എങ്ങനെയാണ് ഇതുവരെ നിന്നതിൽ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരു ആനക്കാരനും, പക്ഷെ എന്നാലും ഏറ്റവും ഒരു അടുപ്പം തോന്നിയത് ഇപ്പം ഇവന് മുമ്പ് ഏതാനയായിരുന്നു? ഞാൻ നിന്നിട്ടുള്ള എല്ലാ ആനയ്ക്കും എനിക്ക് അടുപ്പമുണ്ടെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ദിവസം ഒരു ആനയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ദിവസം ആ ആനയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആനയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് ഞാൻ നിന്നിട്ടുള്ള എല്ലാ ആനയും ഇപ്പോൾ ഇടം കണ്ണ് പോയാലും വലം കണ്ണ് പോയാലും കണ്ണ് ശരിയില്ല. എല്ലാ ആനയും എനിക്ക് ഇഷ്ടമാണ്, സൗഹൃദമുണ്ട്. ഞാൻ ഏതൊരു ആനയാണെങ്കിലും ഒരുപോലെ കണ്ടാണ് ആനകളെ കൈകാര്യം ചെയ്യാറ്. അതുകൊണ്ട് ഒരാനയുടെ പ്രത്യേകിച്ചൊരു ഇതൊന്നും പറയാനില്ല. പിന്നെ കാലങ്ങളായിട്ട് നമ്മൾ കഴിയുന്നത് ഒരാനയുടെ കൂടെ തന്നെ പോകാൻ. അതാണ് അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റട്ടെ, ദൈവം അതിനുള്ള അനുഗ്രഹം തരട്ടെ. പിന്നെ പറയുവാണെങ്കിൽ ഇപ്പം ഒരുപാട് ആന അറിവുകൾ ശേഖരിക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആനകളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ മനോജേട്ടനോട് ചോദിക്കുന്നുണ്ട്. ആ ഭാഗത്തിനോട് ഉള്ളൊരു യോജിപ്പ് എനിക്ക് വിയോജിപ്പാണ്. കാരണം എന്നാന്നറിയോ, നമ്മൾ എഴുതി പഠിക്കണ പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഇന്നതാന്ന് പറയും, അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അതാ, അവർക്ക് എഴുതി പഠിക്കണ്ട, കേട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഒന്നും ആവില്ല, അന്തം ഉണ്ടാവില്ല, തുമ്പം ഉണ്ടാവില്ല. അതേ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു ആനയെ കുറിച്ച് അതിൻ്റെ അറിവും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ആനയുടെ കൂട്ടത്തിൽ നല്ലൊരു ഗുരുവിൻ്റെ കൂടെ പോയി അവന് ശിക്ഷണപ്പെട്ട് കാലാകാലങ്ങൾ അവൻ്റെ കൂടെ നിന്ന് പഠിക്കണം. അല്ലാണ്ട് ഈ ദീക്കിങ് സിനിമയിൽ മമ്മൂട്ടി പറയുന്ന കണക്ക് പുസ്തകത്താളിൽ നിന്ന് നീ പഠിച്ചുകൊണ്ട് വന്നതല്ല എന്ന് പറയുന്ന കണക്ക് പുസ്തകത്താളിൽ നിന്ന് പഠിക്കണതല്ല ഇത്. ഇല്ലെങ്കിൽ യൂട്യൂബിൻ്റെ മുമ്പിൽ ഇങ്ങനെ കേട്ടാൽ അങ്ങനെയല്ല നീ എന്ന് കാണുന്നതും അല്ല. ആനപ്പണി എന്ന് പറഞ്ഞാൽ കരിമരുന്ന് ഉണങ്ങാനിട്ടിട്ട് ചൂട്ട് കത്തിച്ച് മുകളിൽ വീശണ പണിയാണ്. അത്രയ്ക്ക് അപകടമുണ്ട്. കരിമരുന്ന് അടിയിൽ ഉണങ്ങാനിട്ടിട്ട് മുകളിൽ ചൂട്ട് കത്തിച്ച് വീശി അങ്ങനെ ഇരിക്കും, അപ്പോൾ പിന്നെ തീ പിടിക്കുമെന്ന് പറയാൻ പറ്റുമോ? അത്ര അപകടമുള്ള പണിയാണ്. അത് കണ്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല ഗുരുക്കന്മാരുടെ കൂടെ പോയി നിന്ന് ശിക്ഷണവും ഉപദേശവും സ്വീകരിച്ച് പണി പഠിക്കും. ഈ യൂട്യൂബ് ചാനലിലേക്കൊക്കെ പോണതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്രയൊക്കെ വിഷയങ്ങൾ. കാരണം ഈ യൂട്യൂബ് കണ്ടുവച്ച് വരുന്ന കഴിയുമ്പോൾ ഇതന്നെ ആനപ്രശ്നമില്ല, അവർ കണക്കൂട്ടാണ് എല്ലാവരും നേരെ മറിച്ച് ചെയ്ത്. അപ്പം ആ പറയുന്ന ഈ ചോദിച്ചിട്ട് അറിയുന്ന പോകുന്നതല്ല കാര്യം. ഇപ്പം എന്നോടൊരു നിങ്ങളൊരു മരുന്ന് ചോദിക്കുക, അതിൻ്റെ 8-10 കൂട്ടം പച്ചമരുന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയാവോ? അറിയത്തില്ല. അതായത് എൻ്റെ കൂടുതൽ വന്നൊന്ന് പറിക്കുമ്പം കണ്ടാലോ മനസ്സിലാവും. അതാണ് എൻ്റെ അകത്ത് മാറ്റം. അത്യാവശ്യം ആന ചികിത്സയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചതാണ്? ഇപ്പോഴും ഗുരുതുല്യനായിട്ട് കാണുന്ന എൻ്റെ ഗുരു മരിച്ചു. ആ സ്ഥാനത്ത് കാണുന്ന ആരെങ്കിലും ഈ ഒരു പണി ചെയ്യുന്നവരിൽ ആരെങ്കിലും? അല്ല, എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഒരാളും. പിന്നെ ഞാൻ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. അതേപോലെ പിന്നെ എൻ്റെ ഗുരുസ്ഥാനായിട്ട് നമ്മൾ ഇതായിട്ട് കണ്ടിരിക്കുന്ന കല്ലൂർക്കാടുകാരൻ നാരായണൻ നായർ, പുള്ളി ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പം അല്ലാതെ ഇപ്പം വേറൊരാളെയും ഞാൻ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്നില്ല. ശരി. ഈ മനോജേട്ടൻ സ്ക്വാഡിലൊക്കെ ഒരു അംഗമല്ലേ? അതെ അതെ. പൊതുവായിട്ട്, അതായത് പൊതുവെ നമുക്കറിയാത്ത, അതായത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ മേഖലയിലുള്ളവരുടെ പ്രവർത്തന രീതികൾ, അതൊക്കെ എങ്ങനെയാണ് ഒരു ആവശ്യം വരുന്നത്? അല്ല, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് സ്ക്വാഡിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഫെഡറേഷൻ്റെ സ്ക്വാഡിലൊരു മെമ്പറാണ്. എവിടെയെങ്കിലും ഒരു ആന ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ ഫോൺ വരും എന്ന് പറഞ്ഞാൽ ആനന്ദ് ഭായി എന്ന് പറയും. ആനന്ദേട്ടനാണ് ആ സ്ക്വാഡിൻ്റെ ലീഡർ. പുള്ളിക്ക് ഫോൺ വരും. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ഫെഡറേഷൻ്റെ ഇതിലാവുകൊണ്ട് ഫെഡറേഷനിലുള്ള ആരെങ്കിലും ശശിയേട്ടനോ അല്ലെങ്കിൽ മകേഷ് ചേട്ടനോ ആരെങ്കിലും ആയിരിക്കും അമ്പല കമ്മിറ്റി വിളിക്കുന്നത്. അപ്പം തന്നെ പുള്ളിയെ വിളിക്കും. പുള്ളി അപ്പം തന്നെ ബാക്കി ഞങ്ങളെല്ലാവരെയും വിളിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എലിമെൻറ്റ് സ്ക്വാഡിനൊരു ആംബുലൻസ് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഒരു പൊസിഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വടം അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും ഞങ്ങൾ ആ വണ്ടിക്കുള്ളിൽ എപ്പോഴും ഇതായിരിക്കും, ഒന്നും എടുത്തു വയ്ക്കേണ്ടി വരില്ല. അപ്പോൾ വണ്ടി എടുക്കുക, ഞങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ എത്തിക്കൂടുക, വണ്ടി എടുത്ത് വിട്ടു പോവുക. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഈ ആന വഴക്കുണ്ടാക്കി നിൽക്കുന്നിടത്ത് ചെല്ലുമ്പോൾ അന്നേരത്തെ സാഹചര്യം അനുസരിച്ചാണ്. അത് നമുക്കൊരു മുൻവിധിയോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും പോയ ഒരു അനുഭവം നമ്മളുമായിട്ട്, അതായത് വലിയ പ്രതീക്ഷിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് കൂളായി അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ആന ചെന്നിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ചെല്ലുമ്പോൾ വളരെ അങ്ങനെ ഒരുപാട് വയലൻ്റായി പോകുന്ന ആനകളൊക്കെ വളരെ കുറവാണ്. പിന്നെ അത് ഈ പറഞ്ഞ കണക്കാ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം പബ്ലിക്കായിരുന്നു. അവിടെ ഉണ്ടാവുമല്ലേ പ്രശ്നം. പബ്ലിക്കിന് ഇപ്പം മൊബൈലും നല്ലതാണ്, പക്ഷെ ആനക്കാലം കൂടുതൽ മൊബൈലിൽ വീഡിയോ എടുക്കാനുള്ള തിരക്കൂടുതലായിരിക്കും. വീഡിയോ എടുക്കുക ഞങ്ങൾ ചെയ്യുന്നത് അവർക്കുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ പബ്ലിക്ക് പിന്നെ ആന എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ ഒരു കൂർക്കൂളിയും കാര്യങ്ങളും, അതൊക്കെ ചില ആനകൾ വയലൻ്റ് ആവാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ വളരെ കുറച്ച് പേര് ഞങ്ങളോട് സഹകരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഒരു കയറ് അങ്ങനെയെങ്കിലും കെട്ടിയിട്ടൊന്ന് വലിച്ചു കെട്ടാൻ പറഞ്ഞാൽ വലിക്കാനും പിടിക്കാനും ഒക്കെ കൂടുന്ന പബ്ലിക്കും ഉണ്ട്, ആനസ്നേഹിക്കും ഉണ്ട്. അവരാണ് യഥാർത്ഥ ആനസ്നേഹിക്കുന്നത്, പൂവിലും കൂക്കുളിയായിട്ട് കൂടുന്നവരല്ല. അപ്പം ആനകളെ നമുക്ക് എല്ലാ ആനകളെയും ഒരുപോലെ കാണാൻ പറ്റില്ല. ചില ആനകൾ വയലൻ്റ് മൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയങ്ങൾ എടുക്കുന്നു കെട്ടിയൊക്കെ എടുക്കണമെങ്കിൽ. ഒരുപാട് സമയമെടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സമയങ്ങളെടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടും അനുഭവങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും അതൊക്കെ ഞാൻ പറഞ്ഞ കണക്കാണ്. എന്തും എപ്പോഴും ഒരു അപകടം സംഭവിക്കാം. ഞങ്ങൾ 8-10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എനിക്ക് എന്തെങ്കിലും പറ്റിയാലും അവന് പറ്റരുതെന്നുള്ളൊരു കാഴ്ചപ്പാടുകൊണ്ടും അങ്ങനെയൊക്കെ വിളി വരുമ്പോ അങ്ങനെ ചിലപ്പം ഉമാമഹേഷിന്റെ കൂടെ തന്നെ ആവുമല്ലോ, അപ്പൊ അങ്ങനെ പോവാൻ പറ്റാ. പരിപാടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല, പരിപാടി ഇല്ലെങ്കിൽ പോകും. പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ വിളിച്ച വെളിപ്പുറത്ത്.
അപ്പോൾ എന്തായാലും ഉമാമഹേശ്വരനിൽ നമ്മൾ തുടങ്ങി. മനോജേട്ടനെ നമുക്കങ്ങനെ എല്ലാ ഇൻ്റർവ്യൂകളിലും കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാവരും കിട്ടുന്നത് പോലെ നമുക്കങ്ങനെ കിട്ടാത്ത ഒരാളാണ്. പക്ഷേ അനുഭവങ്ങളാണെങ്കിൽ ഒരു കൊട്ടയ്ക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എന്തായാലും സമയപരിമിതി കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണം. അപ്പോൾ ഉമാമഹേശ്വരൻ്റെ കൂടെ ഇനിയും ജീവിതകാലം മുഴുവനും ഈ സ്നേഹത്തോടെ ഒരച്ഛനും മോനുമായിട്ട് ആ സൗഹൃദത്തോടു കൂടെ തന്നെ നിൽക്കാൻ പറ്റട്ടെ. വളരെ സ്നേഹം വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്നേഹപ്രകടനം രണ്ടുപേരും കൂടെ? അല്ലേ മക്കളെ ഞങ്ങളല്ലേ? ഓ, ഇതാണ് സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണം. പനങ്കൈ കളഞ്ഞില്ലോടാ. ഇവിടെ ഇങ്ങോട്ട് കയറലാണ്, ഇങ്ങോട്ട് കയറലാണ്, സെറ്റിവിടെ കയറലാണ്. ഞങ്ങളുടെ സ്നേഹം, അതാണ് സ്നേഹം. ചോദിച്ചൊഴുകി ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടക്കാരൻ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം. ഇതാണ് തെളിവ്, ലക്ഷണം അല്ലേ? ഉമാമഹേശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഒരു കുറവും ആനയ്ക്ക് പറയാനില്ല. അത്രയും അധികം ആരാധകർ അല്ലേ? ആരാധകരില്ല. മഹേശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുറവും പറയാനില്ല എന്ന് പറയുമ്പോൾ മഹേശ്വരൻ ഒരു കുറവ് പോലും വരരുത് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഇതിനെ പരിപാലിക്കുന്ന ഉടമകളും കൂടി. അതെ അതെ അതെ, തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു. അതെ അതെ അതെ. അപ്പം എന്തായാലും തൊട്ടോട്ടെ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു കുറേ അധികം സമയം നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി വൈകുന്നേരമാണ് അമ്പലത്തിലെ പരിപാടികളും കാര്യങ്ങളല്ലേ? ഓക്കെ. അപ്പം എന്തായാലും താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. മനോജേട്ടൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഉടമസ്ഥർ അത്രത്തോളമാണ് ആനയെ സ്നേഹിക്കുന്നത്, ആ ഒരു കുറവും വരുത്താണ്ടാണ് അവർ നോക്കുന്നത് എന്ന്. എന്തായാലും ഉടമസ്ഥനായിട്ടുള്ള ശ്രീവത്സൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അങ്ങനെ ഒരു ചട്ടക്കാരൻ പറയണമെങ്കിൽ അത് അത്രത്തോളം നിങ്ങളങ്ങോട്ട് സ്നേഹവും അതുപോലെ തന്നെ ആനയ്ക്ക് വേണ്ടുന്ന കരുതലും കൊടുത്തിട്ട് തന്നെയാണ് അല്ലേ? അതെ അതെ, അത് ഇപ്പോൾ പറഞ്ഞില്ലേ, അതിപ്പോൾ ഈ 2-2.5 കൊല്ലമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡ് വളരെ ഇതായിട്ട് നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടുകളായാലും മറ്റുള്ള കേസുകളായാലും. പക്ഷെ എന്നിരുന്നാലും ശരി, അതിന് ചികിത്സയിലായാലും അല്ലെങ്കിൽ ഇന്നേ വരെ ഒരു ഇതിലും നമ്മൾ പിന്നാക്കം നിന്നിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഭാര്യ തന്നെ പറയും, കാരണം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഇത്ര ഇതൊക്കെ ആയിട്ട് ഈ പറഞ്ഞ വരുന്നുള്ള രീതിയിലും മരുന്നുകൾ ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ നേരിട്ടുണ്ടാക്കുക. കാരണം ഇപ്പം അതിൻ്റെ വായുവിൻ്റെ ഗുളികകൾ അല്ലെങ്കിൽ ദഹനത്തിനുള്ള അഷ്ടചൂർണം മരുന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കണം. കാരണം കടയിൽ നിന്ന് മേടിക്കുന്ന കളി പറഞ്ഞില്ലേ, എല്ലാ ഐറ്റവും ഇതിൽ 1, 2, 3 എന്ന് പറയുന്ന മാതിരി ഉള്ളതുണ്ട്. അപ്പം നമുക്കൊരം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 ടൈപ്പുണ്ട്. അപ്പം അതിൽ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും 1-ാം തരം തന്നെ മേടിക്കാറുള്ളൂ. കാരണം ഇത് കാശ് കൊടുത്താൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ആന കിട്ടില്ല. അപ്പൊ ആ ഉള്ളതിനെ നമ്മൾ എങ്ങനെ എത്ര നന്നായിട്ട് സംരക്ഷിച്ച് അതിന്റെ വരുമാനം നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളതുകൊണ്ടല്ല, അതേപോലെ തന്നെയാണ് കൊണ്ടുനടക്കണം. ഈ പ്രളയകാലത്ത് ആ ഒരു അനുഭവം ആനപ്രേമികൾ അല്ലെങ്കിൽ ആന ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വല്ലാത്തൊരു വേദന തന്ന ഒരു അനുഭവമായിരുന്നു അല്ലേ? അത് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചതാണ്. കാരണം അന്ന് പിന്നീട് ഡോക്ടർമാരായി കഴിഞ്ഞാലും തമ്പരാനൊക്കെ എന്നാ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചികിത്സയും ആ ആനയുടെ രക്ഷയും അതുകൊണ്ട് മാത്രം പിടിച്ചുന്നത്. അല്ലെങ്കിൽ 3 ദിവസം 2.5 ദിവസം ആന തുമ്പിക്കൈ മാത്രം മുകളിൽ നിർത്തിക്കൊണ്ട് ആ വെള്ളത്തിന്റെ ഉള്ളിലാണ്. അന്ന് കെട്ടിയിരുന്നത് നമ്മുടെ അപ്പുറത്ത് തന്നെ ഉണ്ട്, അപ്പുറത്തൊരു പറമ്പിലായിരുന്നു. പക്ഷെ അന്ന് സൺഷൈഡിന്റെ മുകളിൽ കൂടെ ഉള്ള വെള്ളമാണ് അത്രയും വന്നത്. ഇപ്പൊ തലേദിവസം തൊട്ട് ആനയുടെ ചെരുപ്പടിക്ക് വെള്ളം വന്ന് പിന്നെ അത് വയറ്റടി വരിയായി, പിന്നെ അത് കഴുത്തിനൊപ്പായി. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ആന നോക്കുമ്പോഴും ആനയുടെ ഒപ്പം 11 മണി അല്ലെങ്കിൽ 12 മണി വരെയൊക്കെ നിന്ന് വർത്തമാനം പറയാറുള്ള ആളുകൾ ആരും കാണാനില്ല പരിസരത്ത്. ഷെഡ് ആനയുടെ കെട്ടിയിരുന്ന ഷെഡ് ഒലിച്ചു പോണു, പട്ടകൾ അല്ലെങ്കിൽ കെട്ടിയിരുന്ന നമ്മൾ വച്ചിരുന്ന സാധനങ്ങൾ ഒലിച്ചു പോണു. ആന ഒറ്റപ്പെട്ട മതി. ആ തുമ്പിക്കൈ മാത്രമാണ് 2 ദിവസം നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം ഒന്ന്
ഞങ്ങൾക്ക് ഇത്രയും വെള്ളമുള്ളപ്പോൾ വീട്ടിൽ വേഗം അരി വെച്ച് അന്ന് ചോറും കൊണ്ട് ഞങ്ങൾ പിള്ളേരൊക്കെ കൂടി നടന്നു പോയിട്ടാണ് അന്ന് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം അതായത് വെള്ളമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ആനയുടെ അടുത്ത് എത്തിയപ്പോൾ ഉള്ള ഒരു അനുഭവം. ആനയുടെ ഞാൻ പറഞ്ഞില്ലേ, ആന അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ അപ്പോഴേക്കും അരി ഇതും വെച്ച് പാട്ടയൊന്നും ആ സമയത്ത് കെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ചെറു ചോറോട് കൂടിയിട്ട് ചോറും കൊണ്ട് നടക്കുന്നത് പോണ്. വഞ്ചിക്ക് അല്ലെങ്കിൽ മറ്റേ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് വെള്ളമാണ്. ആ വെള്ളത്തിൽ കൂടെ നീന്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. എന്തുമാത്രം ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. കാരണം ഒരു ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളത്തിലായാലും ശരി, ഒരു വെള്ളത്തിന്റെ ചൊവ ഇപ്പൊ നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളത്തിൽ നാളെ ഒരു ക്ലോറിന്റെ സ്മെല്ലുണ്ടെങ്കിൽ ഞാൻ കുടിക്കില്ല. അതാണ് അതിന്റെ പ്രകൃതം. അങ്ങനെയുള്ള ഒരു ആനയാണ്. അപ്പൊ പിന്നെ അത് അങ്ങനെ വരുമ്പോൾ നമ്മളായാലും വീട്ടിൽ നിന്നാണ് പിന്നെ വെള്ളം കൊണ്ടുപോകാറ് വണ്ടിക്ക്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ആനയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചെളിവെള്ളമായാലും മറ്റുള്ളതായാലും ആന അന്ന് ഒരു തരി വെള്ളം വരെ ഇന്ന് ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആ വയറ് അല്ലെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ ഇതാണ്. അപ്പൊ ആ തണുപ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെയും ആ സാധനങ്ങളുടെയും ശക്തി കൊണ്ടാണ് ആനയ്ക്ക് വാദത്തിന്റെ അല്ലെങ്കിൽ ആ തണുവിലോ ആന ഏശാണ്ടിരുന്നായിരുന്നു. എന്തായാലും അങ്ങനെ അത്രയും കൊടുത്ത് സ്നേഹവും ആവശ്യം വേണ്ടുന്ന എല്ലാം കൊടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം ആനയ്ക്കും ഉണ്ട്. അത് നോക്കാനുള്ളൊരു മനസ്സ് ഉടമസ്ഥർക്കും ഉണ്ട്. എന്തായാലും നമ്മളുടെ അന്നമനട എന്ന് പറയുന്ന ഈ ഒരു ദേശത്തിൻ്റെ ഒരു അഭിമാനം അത് ഇനിയും വാനോളം ഉയരട്ടെ, ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ. ഒരുപാട് ഉത്സവങ്ങളിൽ നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോഴും പ്രത്യേക ഒരു ആരാധകർ ഉമാമഹേശ്വരൻ്റെ മുമ്പിലുണ്ട് അല്ലേ. ഉണ്ട്. അത് കാരണം ഇപ്പോൾ ഒരു സീസണിൽ എങ്ങനെയായാലും 100-130 സ്ഥലത്ത് ആള് ചെല്ലുന്നുണ്ട്. പഴയ കാലത്ത് വന്ന മാതിരിയുള്ള കുറെ സ്ഥിരം സ്ഥലങ്ങളുണ്ട്. അല്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ ഓരോ കൊല്ലത്തിലും മാറി വരുള്ളൂ. എങ്ങനെ അടുത്ത് പോവുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ നീരുകാലത്ത് ഇപ്പൊ ഈ പറഞ്ഞില്ലേ മതം പൊട്ടി ഒലിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇവരൊക്കെ ഓടിക്കാനാ മനോഹരൻ അല്ലെങ്കിൽ ആനക്കാരെയൊക്കെ ഓടിക്കുന്ന സമയത്ത് നോക്കി എന്നും കൊടുക്കാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മളോട് ഇന്നേവരെ ഒരു ഇത് കാണിച്ചിട്ടില്ല. ഓക്കെ. എന്തായാലും നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് വിശേഷങ്ങൾ, അതും ആ പ്രളയകാലത്ത് അതൊരു ഏതൊരു ആനപ്രേമിക്കും അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വേദന. ഒരു ആന കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. ആന പോയി ഇനി അതിനെ നോക്കിയിട്ട് കാര്യമില്ല. അന്ന് ഫോറസ്റ്റുകാർ വരെ ലാസ്റ്റ് അന്നവണ്ട പഞ്ചായത്തിലെ പ്രസിഡന്റ് അന്ന് വെള്ളപ്പൊക്കത്തിന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും പറഞ്ഞു, ഇതേ ആനയുടെ അടുത്തേക്കൊന്നും ഇത് പോട്ടെ, ആന പോയി എന്ന് പറയണം. അങ്ങനെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് ആരാ പറഞ്ഞു നിങ്ങളോട്? ഞാൻ ഇപ്പൊ ആനയുടെ എടുത്തിട്ട് പോയിട്ടാണ്. അയ്യോ സോറി ഇട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നോണ്ട് ചോദിച്ചതാണ്. അപ്പൊ അങ്ങനെ പ്രളയത്തെ വരെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു കരുത്തുകൊണ്ട് അങ്ങനെ അതിനെ അതിജീവിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും ഒരുപാട് ക്ഷീരബല എന്ന് പറയുന്നത് ഞാൻ പറയും മനുഷ്യർക്ക് ഈ ആയുർവേദത്തിന്റെ സകല ഇതുകൾ തന്നെയാണ് ആനയ്ക്കും ചികിത്സകൾ എന്ന് പറഞ്ഞപ്പോൾ മരുന്നുകൾ വേറെ പ്രത്യേകിച്ചില്ല. മനുഷ്യന്റെ മരുന്നുകൾ തന്നെ അതിന്റെ ഡോസേജ് കൂട്ടി കൊടുക്കുമെന്നുള്ളതുള്ളൂ. അപ്പോൾ ക്ഷീരബല എന്ന് പറയുന്ന സാധനമാണ് ഇതിന്റെ ആയുർവേദത്തിലെ ഏറ്റവും വലിയ ഇതായിട്ട് നിൽക്കുന്നത്. ആ ക്ഷീരബല തന്നെ നമ്മളും കൊടുക്കണം എനിക്ക് നീരുകാലത്ത്. കാരണം ഇപ്പം അമുക്കരായി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അസ്ഥിക്കും മറ്റുള്ളതിനും ബലത്തിന് വേണ്ടിയിട്ട് ഉള്ളത് കൊടുക്കുന്നു. വാദത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മുതിര അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആ എല്ലിന് ബലം കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മരുന്നുകൾ തന്നെയാണ് കൊടുക്കണത്. ഓക്കെ. അപ്പം എന്തായാലും നല്ല മരുന്നും നല്ല കരുതലും ആനയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നൽകി ആ ആന ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ കൂടെ നിൽക്കുന്നു. ആനയുടെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഒരാളെ കൊണ്ട് മാത്രം സാധ്യമാവുന്ന കാര്യവുമല്ല. രണ്ടാം ചട്ടവും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അങ്ങനെ എല്ലാ ആനകൾക്കും ഒരു രണ്ടാം ചട്ടവും മൂന്നാം ചട്ടവും ഒക്കെ ഉണ്ട് അല്ലേ മനോജേട്ടാ? രണ്ടാം ചട്ടം നിർവഹിക്കുന്ന സന്തോഷ് ചേട്ടൻ അല്ലേ? എവിടെയാ സ്ഥലം, വീട്? പെണ്ണ് കിട്ടിയത് അന്നമനട. അപ്പൊ ഈ നാട്ടിൽ ഇവിടേക്ക് വന്നതാണ്. അങ്ങനെ വന്നതാണോ ഉമാമഹേശ്വരൻ്റെ അടുത്ത്? അതെ. എത്ര വർഷമായി കൂടിയിട്ട്? 6 വർഷമായി. 6. ഓക്കെ. സന്തോഷമായിട്ട് അധികം സംസാരിക്കില്ല? അതെനിക്ക് നിൽക്കുന്നത് കണ്ടപ്പോഴേ തോന്നി. സംസാരം കുറവാണ്, പ്രവൃത്തിയാണ് കൂടുതൽ അല്ലേ? ഉമാമഹേശ്വരനോടുള്ള ഒരു ഇഷ്ടം ഒന്ന് പറയുമോ? എങ്ങനെയാ? നല്ല ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരാതെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ടോ? ഉണ്ട്. അപ്പൊ ഉറക്കത്തിലൊക്കെ കാണും? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എന്തൊക്കെ നോക്കും? വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കും, അതിന്റെ എരണ്ടൊക്കെ പറ്റും, ചങ്ങനൊക്കെ മാറ്റി കിട്ടും. വേറെ ഒന്നുമില്ല. ഈ നീരുകാല സമയത്ത് വരാറുണ്ടോ? പിന്നെ ഉണ്ട്. ഓക്കെ. ഇതിന് മുമ്പ് ഏതായിരുന്നു?
ഇതിനു മുമ്പ് വരാനോടെ പോയിട്ടുണ്ട്, മധുരപ്പുറം കണ്ട് അങ്ങനെ പാമ്പാടിയെ കാണാനോടെ പോയിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് വിചാരിക്കും ഒരു ആനയെ അല്ലെങ്കിൽ ഇങ്ങനെ ആനയുടെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സാധു, ഇത്ര ധൈര്യം പോലും ഇല്ലെന്ന് തോന്നും. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ആനപ്പണിയിലേക്ക് വന്നത്? ചെറുപ്പത്തിൽ പോയതാ. ഏതെങ്കിലും ഒരു ആനയോടുള്ള ഇഷ്ടത്തിന്റെ പുറകെ പോയതാണോ? ഏതാനായിരുന്നു അത്? ഉണ്ണികൃഷ്ണൻ പറയും, മാടാമട പണ്ട് പോയി കാലടിക്കാരൻ പൗരൂടെ ആ ആനയാണ് ഫസ്റ്റ് ഇഷ്ടക്കാരനാക്കിയത്. ശരി, ഈ ഒരു മനോജ് ചേട്ടനെ കുറിച്ച് പറയുമ്പം എന്താ ഒരു കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയാനുള്ളത്? കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. പുള്ളിക്ക് നേരത്തെ ദേഷ്യം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ ദേഷ്യപ്പെടാറുണ്ടല്ലേ? പെട്ടെന്ന് ദേഷ്യം, അത് ഞാൻ ശാന്തരായി. അതെ, ഷിപ്രക്കോപിയാണ്. അത് നമുക്ക് അറിയാവുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ. പെട്ടെന്ന് ദേഷ്യം ഉണ്ട്, അത് കഴിഞ്ഞു. ഒരു 5 മിനിറ്റത്തെ കേസുള്ളൂ. എന്തായാലും പിന്നെ വീട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ കാണാറുണ്ടോ? കാണാറുണ്ട്, കുഴപ്പമില്ല. ഉണ്ട്. മക്കള് 3 മനോജന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. എനിക്ക് 2 മക്കള്. മൂത്ത മോള് ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ PSC ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. ഇളയാൾ 5ാം ക്ലാസ്സില്. ഓക്കെ, ശരി. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തും നമുക്ക്. പേര്? രാജപ്പൻ. ശരിക്കും രാജപ്പൻ തന്നെയാണോ? അല്ല, രാജൻ എന്നാണ് പേര്. രാജെന്നാണ് സ്നേഹം കൊണ്ടെല്ലാവരും രാജപ്പൻ വിളിക്കും. ഓക്കെ, ഒരു ഉത്സവപ്പറമ്പിലേക്ക് ഒരു ആന വരുമ്പോൾ ഏറ്റവും ആദ്യം, അല്ലെങ്കിൽ ആ ആനയെ കാണുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന ഒരു രൂപമുണ്ട്, ലോറി, അല്ലെങ്കിൽ ആ ആന വരുന്ന ആ വണ്ടി. അതിനും വരെ ആരാധകരുള്ളൊരു കാലമാണ്. ആ ഉമാമഹേശ്വരനെ ഇവിടെ ഉള്ള കാലം മുതലല്ലേ, അങ്ങനെ തന്നെ പറയാം. സാരഥിയാണ് അദ്ദേഹം. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ വണ്ടി കാണുമ്പോഴത്തേക്ക് അറിയോ? വണ്ടി കണ്ട ആന കയറുകയും ചെയ്യും, മറ്റുള്ള ഇതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണോ? കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോണേ. ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ ചേട്ടനും ആരാധകരൊപ്പം ഉണ്ടാവുമല്ലോ? ഉണ്ടാവുമായിരിക്കും, അറിയില്ല. നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ നമ്മുടെ പണി ചെയ്യല്ലേ. ഈ അങ്ങനെ പോകുമ്പോഴേ, അതായത് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് നേരം എടുക്കുമല്ലോ. അപ്പം ഇങ്ങനെ പുറകില് ആശാനുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേൾക്കുവോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ പേടിയൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, ആന നമ്മുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് പിന്നെ പൊതുവെ ശാന്തമായിട്ട് നിന്നോളും, ഒരു കുഴപ്പമില്ല. മറ്റുള്ള ആനകൾ കൊണ്ടുപോകണ കൂട്ടല്ല, അങ്ങനെ സ്ഥിരമായിട്ട് പോണ ആരുകൊണ്ട് ആൾക്ക് യാതൊരു വക സഡൻ ബ്രേക്ക് ഒക്കെ ഇടുമ്പം എന്തെങ്കിലും അങ്ങനെ അവസ്ഥ വരാറില്ല. അതാണൊരു വരാറില്ലെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സ്പീഡിൽ പോവാറുള്ളൂ. ഇതുവരെയായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ശരി, അപ്പൊ എന്തായാലും സന്തോഷം. എന്താണെങ്കിലും കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് മഹേശന്റെയും എന്റെയും ജൈത്ര യാത്രയിൽ 11 വർഷക്കാലമായിട്ടൊരു തേരാളിയായിട്ട് രാജപ്പനും കൂടെ ഉണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് എൻ്റെ സഹോദരനും ഈ ആനയുടെയും സഹോദരനായ എൻ്റെ സന്തോഷം കൂടുതലുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയില്ല, പരിന്ത സന്തോഷം എന്ന് പറയണം, എന്നാലേ അറിയുള്ളൂ. അത് വേറൊന്നുമല്ല, ഏത് പാതിരാത്രിക്കാണെങ്കിലും ഒരു പനയുടെ പനങ്കയും വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ആ പാതിരാത്രി ആണല്ലോ, നേരം പോയില്ലോ എന്ന് ഓർക്കില്ല. ആ പനയിൽ കയറി ആ പനങ്കൈ വെട്ടി ആനയ്ക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉള്ളൊരു സഹോദരനാണ്. രണ്ടാം പാപ്പാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വേണമല്ലോ, ആനയുടെ കാര്യങ്ങൾക്ക്, അതിൻ്റെ ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും. അപ്പം ഇത്രയും നാളത്തെ എൻ്റെ യാത്രയിൽ മഹേശ്വരനുമായിട്ട് പിന്നിട്ടിട്ടുള്ള വിജയപാതകളിൽ എന്നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ വിജയിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ 2 സാരഥിമാരാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ വന്നത് ആൾ വന്നു പറഞ്ഞുകൊണ്ട് കാരണം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വട്ടം വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യത്തിനും ഓരോ കറക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുടെ രീതിയിൽ തന്നെ പോയി കുറച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നപ്പോൾ അത് കറക്റ്റായി. പിന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തന്നെ നിൽക്കുള്ളൂ. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആനയുടെ കാര്യത്തിനായാലും എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതുപോലെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ആ ഒരു മനസ്സെന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ കീഴിൽ നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സെന്ന് പറയുന്നതും എല്ലാവർക്കും ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ എന്നും ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഉമാമഹേശ്വരനോടൊപ്പം നമുക്ക് ചെലവിടാൻ ഒരുപാട് സമയമുണ്ടായി. ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു.
തൃശ്ശൂർക്കാരുടെ അന്നമനടക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഈ ഉമാമഹേശ്വരൻ. കുറേയധികം വിശേഷങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആനക്കാര്യത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഗജകേസരിയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക.